പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ യഥാർത്ഥമായി അറിയുന്ന, ഞങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് പകൽ പ്രവർത്തിക്കുമാറാകണമേ. നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവിടുത്തെ മേശയിൽ നിന്ന് ഭാഗവാക്കുകളാകുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകണമേ. കർത്താവ് ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ദാസന്മാരെ എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാഥ, സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ബലപ്പെടുത്തണമേ, ആത്മാവിൻ്റെ ശക്തിയാൽ അവിടുന്ന് നിറയ്ക്കണമേ. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് മാത്രം തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ചേർന്നൊരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദിനം ദിനം നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. ചേർന്ന് പാടി നമ്മുടെ കർത്താവിന് മഹത്വം കരേറ്റാമല്ലോ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവറി രക്തമേ യേശുവിൻ രക്തമേ, കാൽവരിയിലേശുതാൻ സ്വന്തം രക്തം ചിന്തി നീ, കാൽവരിയിലേശുതാൻ സ്വന്തം രക്തം ചിന്തി നീ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ, പാപത്തെ ശാപത്തെ നീക്കി തന്റെ രക്തത്താൽ. ജയം ദിനം ദിനം നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. രോഗം ക്ഷീണിച്ചവൻ പാപം വഹിച്ചവൻ, രോഗം ക്ഷീണിച്ചവൻ പാപം വഹിച്ചവൻ, കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ, കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ. രക്ഷിക്കൂ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കൂ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടൂ എന്നേശു മാർവതിൽ, നിത്യം ചാരിടൂ എന്നേശു മാർവതിൽ. നല്ലവൻ നല്ലവൻ യേശു എത്ര നല്ലവൻ, നല്ലവൻ നല്ലവൻ യേശു എത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എന്നേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിത ആനന്ദ ജീവിത, ആത്മാവിൻ ജീവിത ആനന്ദ ജീവിത, ആത്മാവാൽ നിറയുക ആനന്ദ നദിയെ, ആത്മാവാൽ നിറയുക ആനന്ദ നദിയെ. പാനം ചെയ്തിടുക യേശുവേഗം വന്നിടും, പാനം ചെയ്തിടുക യേശുവേഗം വന്നിടും. ദിനം 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 നീ വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക യേശുവിൻ പൈതലേ നീ അനുദിനാവും പാടി വാഴ്ത്തുക. ലോകം ശിരിച്ചവൻ പാപം വഹിച്ചവൻ, ലോകം ശിരിച്ചവൻ പാപം വഹിച്ചവൻ, കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ, കാൽവരി മലാമുകൾ കൈകൾ വിരിച്ചവൻ. രക്ഷിക്കൂ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം, രക്ഷിക്കൂ യേശുവിൻ പാദത്തിൽ സമർപ്പിക്കാം. ദിനം ദിനം നീ വാഴ്ത്തുക
യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി വാഴ്ത്തുക. ഞാൻ നിത്യം ചാരിടും എൻ യേശുമാർവതിൽ, ഞാൻ നിത്യം ചാരിടും എൻ യേശുമാർവതിൽ. നല്ലവൻ വല്ലവൻ എൻ യേശു എത്ര നല്ലവൻ, നല്ലവൻ വല്ലവൻ എൻ യേശു എത്ര നല്ലവൻ. എൻ യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ, എൻ യേശു പൊന്നേശു എനിക്കെത്ര നല്ലവൻ. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനം പാടി വാഴ്ത്തുക. ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം, ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം. ആത്മാവാൽ നിറയുക ആനന്ദ നദിയിലെ, ആത്മാവാൽ നിറയുക ആനന്ദ നദിയിലെ. പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും, പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും. ദിനം 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 നീ വാഴ്ത്തുക. യേശുവിൻ പൈതലേ നീ അനുദിനവും പാടി 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 വാഴ്ത്തുക. Glory, 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 glory. സ്തോത്രം 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 സ്തോത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ വീണ്ടും സമർപ്പിക്കാം. തുറന്നുള്ള ശുശ്രൂഷകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമല്ലോ. വീണ്ടും ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം. നല്ല സങ്കീർത്തനങ്ങളെ സ്വർഗത്തിലെ ദൈവം നമ്മെ കേൾപ്പിക്കുക. ആമേൻ, സ്തോത്രം, ആമേ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ കർത്താവിങ്കിൽ നിന്നുള്ള ബലം പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് നല്ല ദൈവികാലോചനകളെ കർത്താവ് നമ്മെ കേൾപ്പിക്കേണ്ടത്. നമ്മളെ ഓരോരുത്തരെയും അറിയുന്ന, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന നമ്മുടെ കർത്താവ് ആമേൻ ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം.
തിരുമേശ നമ്മുടെ മധ്യയുണ്ടല്ലോ, അതിൽ നിന്ന് പങ്കെടുക്കുവാൻ ഭാഗവാക്കുകളാകുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തണം. ദൈവകരങ്ങളിലേക്ക് തുറന്നുള്ള ശുശ്രൂഷകളെ സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുമല്ലോ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ സ്വർഗീയ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾ കണ്ണുനീർ നിങ്ങളുടെ കാലിനെ വീഴ്ചയും നിങ്ങളുടെ പ്രാണനെയും മരണത്തിൽ നോക്കുകയും കർത്താവ് വിട്ടുവീഴ്ച ആ ദൈവത്തിന് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ സഭയായി ഒരുമിച്ച് കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ വലിയ വിടുതൽ കാണുവാൻ, ദൈവിക സന്തോഷം അനുഭവിപ്പാൻ, ദൈവത്തിൻ്റെ വലിയ കൃപ അനുഭവിപ്പാൻ കർത്താവിൻ്റെ ഓരോ മക്കളെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തെ പാടി ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. പിന്നെയും കർത്താവിനെ പാടി ആരാധിപ്പാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സങ്കീർത്തനങ്ങളെ കർത്താവ് നൽകി തരുമാറാകണമേ. ഹല്ലേലൂയ. ശുശ്രൂഷ ദൈവദാസനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ദൈവത്തിൻ്റെ ശബ്ദം നിലമനിൽ കൂടെ കേൾക്കുവാൻ കർത്താവിൻ്റെ പകൽക്കാലം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കുമാറാകണം. എല്ലാം ദൈവനാമഹത്വത്തിനായി തീരുവാൻ കർത്താവ് സഹായിക്കുകയാണ്. കടന്നു എല്ലാ ദൈവമക്കളും കർത്താവേ, എന്തുവരെ പ്രഭാതത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അല്ലെ സന്തോഷത്തോട് സമാധാനത്തോടെ മടങ്ങുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 40-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സാംസ് നമ്പർ 40, സാംസ് നമ്പർ 40. അതിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, വേഴ്സസ് 16 and 17 we will read together. 16-17 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 40-ാം സങ്കീർത്തനം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. കുഴിയിൽ നിന്നും കുഴിച്ചേറ്റിൽ നിന്നും എന്നെ കയറ്റി കാലുകളെ പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എൻ്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാൻ മഹാസഭയിൽ നീതിയെ പ്രസംഗിച്ചു, അധരങ്ങളെ ഞാൻ അടക്കിയിട്ടില്ല. യഹോവേ, നീ അറിയുന്നു. യഹോവേ, നിന്റെ കരുണ നീ എനിക്ക് അടച്ചു കളയുകയില്ല. നിന്റെ ദയയും സത്യവും എന്നെ നിത്യം പരിപാലിക്കും. ചുറ്റിയിരിക്കുന്നു, നോക്കുവാൻ കഴിയാതെ അവന്റെ അകൃത്യങ്ങൾ എന്നെ എടുത്തിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിക്കുവാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരണമേ. ജീവാനി വരുത്തുവാൻ നോക്കുന്നില്ല, ഭ്രമിച്ചു പോകട്ടെ. നന്നായി നന്നായി എന്ന് എന്നോട് പറയുന്നവർ തങ്ങളുടെ നാണം നിമിത്തം സ്തംഭിച്ചു പോകട്ടെ. രക്ഷയിച്ചിരിക്കുന്നവർ യഹോവ മഹത്വമുള്ളവനെന്ന് എപ്പോഴും പറയട്ടെ. ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവിനെ വിചാരിക്കുന്നു. നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു. എൻ്റെ ദൈവമേ, താമസിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരല്പസമയം നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്ത് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമ്മുടെ ഭാഗ്യമായ കണ്ണുകളെ ഒന്ന് അടച്ചാട്ടെ. ഹല്ലേലൂയ. ഉൾക്കണ്ണുകളെ തുറന്നുകൊണ്ട് നമ്മുടെ കർത്താവിന് നന്ദി അർപ്പിച്ച് ഇതുവരെ നമ്മെ നിർത്തിയ കർത്താവിനെ, ഇതുവരെ നമ്മെ താങ്ങിയ കർത്താവിനെ സ്തോത്ര. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവല്ലല്ലോ, നമ്മുടെ ബലമല്ലല്ലോ, സ്തോത്രം, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയല്ലല്ലോ, എന്ന പകലും ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ആരോഗ്യത്തോടെ ബലത്തോടെ അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ഒരുക്കി തന്ന നല്ല അവസരത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ
ദൈവത്തിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓരോന്നായി ഓർത്തുകൊണ്ട്, നമ്മെ കഴിഞ്ഞ നാളുകളിൽ നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട്, അനർത്ഥങ്ങൾ കണ്ടെങ്കിലും അതിൽ പെട്ടുപോകാതെ നമ്മെ സംരക്ഷിച്ച കൃപയ്ക്ക് എത്രയെത്രയോ അനർത്ഥങ്ങൾ നാം കേട്ടവരാ. അടുത്ത നിമിഷം എന്ത് ചെയ്യുമെന്ന് പോലും നമുക്കറിയാത്ത സാഹചര്യത്തെ നമ്മുടെ കർത്താവ് ഈ മരുഭൂമിയെ നമ്മെ നിലനിർത്തിയതോർത്ത്, നമ്മുടെ തലമുറകളെ നിലനിർത്തിയതോർത്ത്, നമ്മുടെ പ്രിയപ്പെട്ടവരെ നിലനിർത്തിയതോർത്ത്, ഒരു ദിവസവും കൂടെ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആരോഗ്യം ബലവും നമുക്ക് നൽകിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. അതെ, നമ്മുടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യമല്ലേ ഓരോ നിമിഷവും അതിശയകരമായി അമ്മേ സ്തോത്രം ഈ ഭൂമിയിൽ നിലനിൽക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ച് നമുക്ക് പാടാം. What a friend we have in Jesus. All our sins and griefs to bear. What a privilege to carry everything to God in prayer. ചേർന്ന് ആമേൻ സ്തോത്രം നമുക്ക് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. What a privilege
അവരും ചേർന്ന് ഒരു ഗാനവും കൂടെ കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ശൈലവും എൻ്റെ സങ്കേതവും കോട്ടയും എൻ്റെ പാറയും, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയ നാഥനെ സ്തുതിച്ചെടുത്ത് ചേർന്ന് പാടി കർത്താവിന് മഹത്വം കുരേറ്റാം. എന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, വൻതിരമാനമോ അനടിച്ചിടുമ്പോൾ ഭാരതനാഥനെ സ്തുതിച്ചിടുന്നു. വൻതിരമാനമോ അനടിച്ചിടുമ്പോൾ ഭാരതനാഥനെ സ്തുതിച്ചിടുന്നു. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കാ കൈകളാണിക്കാൻ ഏൽപ്പിച്ചോനെ, കാൽവരി ക്രൂശിൽ എന്റെ പേർക്കാ കൈകളാണിക്കാൻ ഏൽപ്പിച്ചോനെ, കണ്ണുകൾ നിറയുന്നു ഉള്ളം തുടിക്കുന്നു രക്തം ചിന്തി എന്റെ വീഴാതിനാ, കണ്ണുകൾ നിറയുന്നു ഉള്ളം തുടിക്കുന്നു രക്തം ചിന്തി എന്റെ വീഴാതിനാ. ശൈലവുമെന്റെ സങ്കേതമോ കോട്ടയുമെന്റെ പാറയുമേ, ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, അനത്തിയൻ മനം കായുമില്ല. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, അനത്തിയൻ മനം കായുമില്ല. അകേള ശബ്ദം ഞാൻ കെട്ടിടക്കാരമായി കഷ്ടമേറ്റ പ്രിയൻ വന്നിടാ. അകേള ശബ്ദം ഞാൻ കെട്ടിടക്കാരമായി കഷ്ടമേറ്റ പ്രിയൻ വന്നിടാ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ, വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ താങ്ങുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, കഠിന ശോധന പർവ്വതങ്ങൾ, ജീവിത സാഗരെ പോരാട്ടങ്ങൾ, വൻതിരമാലമോ അനടിച്ചിടുമ്പോൾ ഭാരതനാഥനെ സ്തുതിച്ചിടുന്നു. വൻതിരമാലമോ അനടിച്ചിടുമ്പോൾ
വീഴാതെ കാണുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കായി കൈകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കാൽവരി ക്രൂശിൽ എന്റെ പേർക്കായി കൈകളാണിക്കാൻ ഏൽപ്പിച്ചോനെ. കൺകൾ നിറയുന്നു, ഉള്ളം കുടിക്കുന്നു, രക്തം ചിന്തി എന്നെ വീഴ്ത്താതിനാമേ. കൺകൾ നിറയുന്നു, ഹല്ലേലൂയ, രക്തം ചിന്തി എന്നെ വീഴ്ത്താതിനാ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. വീഴാതെ കാക്കുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, സ്ഥാനത്തിയൽ മനം കായുമില്ല. മനുഷ്യരിൽ ഞാൻ ആശ്രയം വെക്കില്ല, സ്ഥാനത്തിയൽ മനം കായുമില്ല. മകള ശബ്ദം ഞാൻ കേട്ടിടാൻ കാലമായി പ്രിയൻ വന്നിടാമേ. മകള ശബ്ദം ഞാൻ കേട്ടിടാൻ പ്രിയൻ വന്നിടാമോ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. ശൈലവുമെന്റെ സങ്കേതവും കോട്ടയുമെന്റെ പാറയുമേ. വീഴാതെ കാണുന്ന താഴാതെ കാക്കുന്ന സ്വർഗീയനാഥനെ സ്തുതിച്ചിടുന്നു. 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 Hallelujah.
ഞങ്ങളെ താങ്ങുന്ന കൃപയ്ക്കായി ഒരു കാരമകർഷമാരക നിങ്ങൾ ഖനാരകാജകൾ ഒരു ബഹുരവശന്തരാധികരകന ജിഗൽ ഖനാരകടകശമാരക വിവൽ പൗഡമരകനകടകശന്തര. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ. ശക്തിയോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ആമേൻ. കർത്താവേ, തുടർന്നുള്ള സമയങ്ങളും അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കും. നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങിൽ നിന്നുള്ള ആശ്വാസം പ്രാപിപ്പാൻ, സമാധാനം പ്രാപിപ്പാൻ ഒരുക്കത്തോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ചു തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിലിരിക്കാമല്ലോ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ നമുക്കൊരുമിച്ച് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസവും കൂടെ ശേഷിപ്പിച്ചതോർത്ത് കർത്താവിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, വിശേഷം നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ആയിട്ടുള്ള പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, എല്ലാവരെയും പേരുപേരായി കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ശേഷം പ്രിയ ജെനി സിസ്റ്ററുടെ മമ്മി, പ്രിയ അമ്മമ്മയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരൊക്കെ ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ആമേൻ. നമ്മുടെ പ്രിയപ്പെട്ടവർ പലരും ഇപ്പോൾ നാട്ടിലായിരിക്കുന്നു, വെക്കേഷനുള്ള ബന്ധത്തിൽ കടന്നുപോയി. എങ്കിലും നമുക്ക് ചില പ്രിയപ്പെട്ടവർ നമ്മുടെ ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് അശോക് ബ്രദറിൻ്റെ വൈഫ് പ്രിയ സിസ്റ്ററുണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അവർ വെക്കേഷനുള്ള ബന്ധത്തിൽ കടന്നു വന്നതാണ്. പ്രിയപ്പെട്ടവരെയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാവരെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. നമ്മുടെ എന്നാലും നമുക്ക് ഇത്രത്തോളം പേർക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായൊക്കെ സ്തോത്രം ചെയ്യുന്നു. നാം വായിച്ച സങ്കീർത്തനം 40-ാം സങ്കീർത്തനമാണ്. ഈ 40-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മഷികൈക സങ്കീർത്തനങ്ങളിൽ 5-ാമത്തെ സങ്കീർത്തനമായിട്ടാണ് ഈ സങ്കീർത്തനത്തെ കാണുന്നത്. ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറ്റുന്നതിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ്റെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളൊരു ചിത്രം ആമേൻ പ്രവാചക ശബ്ദത്തിൽ ദാവീദ് ഇവിടെ കുറിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൻ്റെ ആരംഭവാക്യങ്ങളിൽ യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രാരംഭ 3 വാക്യങ്ങളിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. യഹോവയ്ക്കായി കാത്തിരിക്കുന്ന വ്യക്തിക്കുള്ള ഒന്നാമത്തെ അനുഗ്രഹം, നിലവിളി കേൾക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. 2, നിലവിളി കേൾക്കുക മാത്രമല്ല, നാം ഇപ്പോൾ പാടിയതുപോലെ വീഴാതെ വണ്ണം നമ്മെ കാക്കുന്ന സ്തോത്ര കർത്താവാണ് നമ്മുടെ കർത്താവ്. വീഴുവാൻ തക്കവണ്ണം നമ്മെ ശത്രുവായവൻ എത്രയോ തവണ നമ്മളെ തള്ളിയതാ, എന്നാൽ വീണു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഇന്ന് പകലും വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. അതുകൊണ്ട് ആ വചനം പറയുന്നത്, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവരെ അവരുടെ നിലവിളി കേൾക്കുന്ന ദൈവമാ. അടുത്ത വാക്യം, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ
നിർത്തി ഉറപ്പുള്ള സ്ഥലത്ത് നമ്മെ നിർത്തുന്ന കർത്താവ്. അതിൻ്റെ അടുത്ത വാക്യം, അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. ഗമനത്തെ സ്ഥിരമാക്കി. താളടി ആയി പോകുവാൻ സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നപ്പോഴും വീണു പോകാതെ വണ്ണം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കുന്ന, ചൊവ്വയുള്ള പാതയിൽ, നേരെയുള്ള പാതയിൽ നമ്മെ നടത്തുവാൻ കഴിയുന്നൊരു ദൈവിക സാന്നിധ്യം ഇന്ന് പകൽക്കാലം നാം അനുഭവിക്കുന്നുണ്ട് എന്നൊരു ഉറപ്പായിരിക്കട്ടെ. കർത്താവ് സ്തോത്രം നമ്മെ നടത്തുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പ് നമ്മിൽ വ്യാപരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഒരു വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്താ ആമേൻ, അവരുടെ കാഴ്ചപ്പാടിൽ അവർ നോക്കുമ്പോൾ ഈ വ്യക്തിക്ക് മുന്നോട്ട് നീങ്ങുവാൻ യാതൊരു സാഹചര്യങ്ങളുമില്ല. നാശകരമായ കുഴിയാണ്, കുഴഞ്ഞ ചേറാണ്. ഇതിൽ നിന്ന് കര കയറുമെന്നൊരു ചിന്ത പോലും മാനുഷിക തലത്തിൽ ആർക്കും ചിന്തിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ കർത്താവ് കരം നീട്ടി സ്തോത്രം തൻ്റെ ജനത്തിൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കുമ്പോൾ അത് മറ്റുള്ളവരെ കണ്ട് അവരും ഭയപ്പെട്ട് ഈ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഞാൻ തുടർന്നുള്ള വാക്യങ്ങളിൽ എല്ലാം ചിന്തിക്കുന്നതിന് പകരം 12-ാമത്തെ വാക്യം കൂടെ ഒന്ന് സ്തോത്രം ചിന്തിച്ച് ദൈവസന്നിധിയിൽ ഇരിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുക. 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ദൈവസനം ഉറക്കെ ഒന്ന് വായിക്കാമോ? സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. ആ ആ ആ സ്തോത്രം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ നിമിത്തം ഞാൻ ധൈര്യഹീനനായിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എൻ്റെ മനോബലം കുറഞ്ഞു പോയിരിക്കുന്നു. ഇപ്പം എനിക്ക് ബലമില്ല. അതിൻ്റെ കാരണം സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ സ്തോത്രം എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക. ഇത് മശികൈക സങ്കീർത്തനമാണെന്ന് ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഈ ഭാഗമൊന്ന് ചിന്തിക്കുമ്പോൾ പാപം അറിയാത്ത, പാപമില്ലാത്ത കർത്താവ് ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റുകൊണ്ട് അനുഭവിച്ച വ്യഥയാണ് ആ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ നിന്ന് വായിക്കുന്നു, സ്തോത്രം, നമ്മെ മേൽപോട്ട് നോക്കുവാൻ കഴിയാത്ത വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ അങ്ങനെ സ്തോത്രം ധൈര്യം നഷ്ടപ്പെട്ടവനായി, ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഒരു പാപവും ചെയ്യാത്ത, പാപം അറിയാത്ത, സ്തോത്രം, പാപം നമ്മെ തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും പാപം വഹിച്ചുകൊണ്ട്, അകൃത്യം വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ കയറുവാനിടയാകി. അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അല്ല, ഒന്നും കൂടെ വ്യക്തമാക്കിയ ദൈവവചന പ്രകാരം അവനെ നമുക്ക് വേണ്ടി പാപം ആക്കി. സ്തോത്രം. അപ്പോൾ അവൻ ബലഹീനനായി തീർന്നു. വചനം പറയുന്നു, അവനെ ശക്തിപ്പെടുത്തുവാൻ ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായി. പറയട്ടെ, ധൈര്യമില്ല, ബലഹീനരെന്ന് പറയുന്നിടത്ത സ്തോത്രം ദൈവം തൻ്റെ ദൂതനെ അയച്ച് തൻ്റെ ജനത്തെ ശക്തിപ്പെടുത്തുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പലപ്പോഴും ബലഹീനത അനുഭവിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, സ്തോത്ര, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എൻ്റെ ചുറ്റും ആയിരിക്കുന്നു എന്ന് തോന്നുന്ന വേളയിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽക്കാലം വ്യക്തമായി വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാമോ? ദൈവസന്നിധിയിൽ ഒന്ന് നിലവിളിക്കുവാൻ കഴിയുമോ? അവിടുന്ന് ദൂതനെ അയച്ച് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഈ ഒരു കർത്താവ്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കുന്നത് ഇങ്ങനെ, യഹോവേ എന്നെ വിടുവിക്കുവാൻ ഇഷ്ടം തോന്നണമേ, യഹോവേ എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ. സ്തോത്രം. ഇപ്പോൾ ഞാൻ നിന്ദിക്കപ്പെട്ടവനാ, ഇപ്പോൾ സ്തോത്രം ഞാൻ അപമാനിക്കപ്പെട്ടവനാ, എന്നെ സഹായിക്കുവാൻ വേഗം വരണമേ എന്ന് നിലവിളിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയാം, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തോത്രം മരണത്തിന് കീഴ്പ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. സ്തോത്രം അവനെ പിടിച്ചടക്കുവാൻ ശ്രമിച്ച സകലരുടെയും മുൻപാകെ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമായിട്ട് വിളിച്ചു പറയാം, സ്തോത്രം, അനർത്ഥങ്ങൾ എക്കാലത്തും അനർത്ഥമായി നിലകൊള്ളുകയില്ല, അതിൽ നിന്നൊരു ഉയർപ്പുണ്ട് എന്ന് ഈ സങ്കീർത്തനത്തിലും സ്തോത്ര സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുക.
നന്നായി നന്നായി എന്ന് പറയുന്നവരൊക്കെ ലജ്ജിച്ചു പോകത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി സ്തോത്രം തൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലവും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം: യഹോവയ്ക്കായി കാത്തിരിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളുണ്ട്. ആമേൻ. ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാരംഭത്തിൽ എഴുന്നേറ്റ് അവർ പഠിച്ച മനപ്പാഠവാക്യം പറയും. അതിനായി കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു. ചിൽഡ്രൻ ക്യാൻ സ്റ്റാൻഡ് ടുഗെദർ and they will recite the Bible verse. Timothy Joe Standy will come forward and will lead the session. Praise the Lord. Psalms 34 verse 4, 5 and 7. I sought the Lord and he answered me. He delivered me from all my fears. Those who look to him are radiant. Their faces are never covered with shame. The angels of the Lord encamps around those who fear him, and he delivers them. Amen. Amen. Shout hallelujah 3 times. ആമേൻ. ഒരു ദിവസം ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ, നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ തലമുറകളെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവർക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവമേ സ്തോത്രം വാക്യം ഒരുമിച്ച് ഉരുവിടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. അവരെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ സ്തോത്രം, അവരുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും അവിടുത്തെ വലിയ സാന്നിധ്യം കൂടെ ഇരിക്കണം. അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവരായി പ്രീതിയുള്ളവരായി വളരുവാൻ അവരെ സഹായിക്കണം. അവരുടെ പഠനത്തിൽ, കളികളിൽ, യാത്രകളിലെല്ലാം അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കണം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഞങ്ങളുടെ തലമുറകളെ എല്ലാവരെയും ഏൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. യു ഓൾ മേ ബി സീറ്റഡ്. മുതിർന്ന പ്രിയപ്പെട്ടവർ, സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ സാക്ഷ്യം പറയാം. സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയാമല്ലോ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് കെസിയ, അശോകിൻ്റെ വൈഫാണ്. ഇന്ന് ഈ സഭയിലെ ദൈവമക്കളോട് കൂടെ കർത്താവിനെ ആരാധിക്കാൻ കിട്ടിയ അവസരത്തിനായിട്ട് ദൈവത്തോട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഈ വെക്കേഷന് ഒരാഴ്ചത്തേക്ക് വന്നതാണ്. ജോലിയോടുള്ള ബന്ധത്തിൽ നാട്ടിൽ തന്നെയാണ്. അശോകും കുറച്ച് നാളായിട്ടുള്ള മസ്കറ്റിലേക്ക് മാറിയിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അത് വേഗത്തിലാകേണ്ടതിനായിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന ചോദിച്ചു കൊള്ളുന്നു. ഒരു വാക്യം വായിച്ചുകൊണ്ടിരുന്നോളാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കഴിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും ഇരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരുവാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ. സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നവർ. Praise the Lord. I'd like to thank God for giving this opportunity to stand before His presence. I have a prayer request that coming 25th evening, me and my family would be traveling back to India. And for a 1-month vacation, I would like to ask the church to remember us in your prayers. And while the time we are in India, that no odd things may happen on our time. And everything that has been planned would be done according to His will. And maybe in 1 month, that is by 26th of July, we would like to come back to Muscat and henceforth go forward. I would like to request the church for pray for us while all these times. And thank you. Amen. ആമേൻ, ആമേൻ. ഒരു നിമിഷം നമുക്ക് പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ കെസിയ പറഞ്ഞ
സാക്ഷ്യം നാം കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കുടുംബമായി കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് വരുന്ന ദിവസം നാട്ടിലേക്ക് തിരികെ പോകുന്നു. യാത്രകളിലൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യം ഇരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ വിഷയങ്ങളിലൊക്കെ കർത്താവ് പ്രവർത്തിക്കേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ ജോഷുവ ബ്രദർ ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കേണ്ടതിന് പ്രിയപ്പെട്ടവർ 25-ാം തീയതി നാട്ടിലേക്ക് വെക്കേഷനുള്ള ബന്ധത്തിൽ കടന്നു പോകുന്നല്ലോ. യാത്രയിലൊക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കേണ്ടതിന്, സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തേണ്ടതിന്, നാട്ടിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വലിയ സാന്നിധ്യവും കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോട് ചേർന്ന് 1-2 വിഷയങ്ങളും കൂടെ പറയട്ടെ. പ്രിയ അൻവർ മസീ ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നലെ വൈകിട്ട് രാത്രിയിൽ ശാരീരികമായി ചില പ്രയാസങ്ങളുണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാലിപ്പോൾ റൂമിലായിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രിയ സഹോദരൻ്റെ പൂർണ്ണ വിടുതലിനായി, സൗഖ്യത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നലെ രാത്രി നാം പ്രാർത്ഥിച്ച മറ്റൊരു വിഷയമാണ് പ്രിയ ബിജു ജോർജ് ബ്രദറിൻ്റെ മോള് ആഷ്ലിക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു. കുഞ്ഞിന് തിങ്കളാഴ്ച ഒരു സർജറി പറഞ്ഞിട്ടുണ്ടല്ലോ, അഡിനോളിൻ്റെയും ടോൺസിലിൻ്റെയും സർജറി ഉണ്ട്. കുഞ്ഞിന് കർത്താവ് വിടുതൽ നൽകേണ്ടതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ജോസ് വർഗീസ് ചാന് വേണ്ടി പ്രാർത്ഥിക്കാം. പനിയാൽ ഭാരപ്പെട്ട ഭവനത്തിലായിരിക്കുന്നല്ലോ, കർത്താവ് വിടുതൽ നൽകേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരിൽ ഒരാൾ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗപിതാവേ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ദിവസത്തിൻ്റെ പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾക്ക് സഭായോഗമായി കർത്താവേ സ്തോത്രം ദൈവസ്ഥനിൽ അടുത്ത് വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവമേ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. ചോറേടിയ മരുഭൂമിയിൽ കർത്താവേ, ഹല്ലേലൂയ ഞങ്ങളെ കർത്താവേ, ഹല്ലേലൂയ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച ദൈവത്തിന് ദൈവമേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ പോക്കിൽ വരവിലെ ഞങ്ങളുടെ ജോലി കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ഹല്ലേലൂയ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കർത്താവേ, ഹല്ലേലൂയ ആശ്വാസം നൽകി, ഹല്ലേലൂയ വിടുതൽ നൽകി, സൗഖ്യം നൽകി, സമാധാനം നൽകി കർത്താവേ ഞങ്ങളെ കർത്താവെ കാത്തു പരിപാലിച്ച ദൈവത്തിൻ്റെ വിശ്വസതയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ. കുഴിഞ്ഞ ചേറ്റിലും കർത്താവേ, ഹല്ലേലൂയ ആയിരുന്നു ഞങ്ങളെ കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം ഞങ്ങളെ കർത്താവെ വീണ്ടെടുത്ത് കർത്താവേ, ഹല്ലേലൂയ. ക്രിസ്തു എന്ന പാഴ്മയിൽ നിർത്തി കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ വായിൽ പുതിയ പാട്ട് തന്ന് ദൈവമേ, ഹല്ലേലൂയ നിന്നെ പാടി സ്തുതിപ്പാൻ തക്കവണ്ണം ഇതുപോലെ കാലവും ഞങ്ങൾക്ക് സഹായിച്ച ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഹല്ലേലൂയ. ഞങ്ങളുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച ദൈവത്തിന് ഇതുപോലെ കാലവും നന്ദി കരയേറ്റുവാൻ ദൈവം കർത്താവെ ഞങ്ങൾക്ക് നൽകി തന്ന അവസരങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളിൽ കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം നിന്റെ സന്നിധിയിൽ കടന്നു വന്ന കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ വിഷയങ്ങളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളുടെ അടുത്ത് തുണയുമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇതുപോലെ കാലം ദൈവമേ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കുടുംബമായ വ്യക്തികളായ കർത്താവേ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് കർത്താവെ സാക്ഷി പറയുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ. അവരുടെ കർത്താവെ, ഹല്ലേലൂയ സ്തോത്രം. കലാലയ ജീവിതങ്ങളിൽ കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ കർത്താവെ. ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരെ ഹല്ലേലൂയ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിനും മനുഷ്യർക്കും കർത്താവെ പ്രീതിയുള്ള വൈദ്യങ്ങളായി വളർന്നു വരുവാൻ ഞങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ വിട്ട് ദൈവമേ വിധുവിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്നതിലൊക്കെ കർത്താവിൻ്റെ കൃപയിൽ അവരെ പരിപാലിക്കണമേ കർത്താവേ, ഹല്ലേലൂയ. അവർ ദൈവത്തിൻ്റെ കർത്താവേ ഹല്ലേലൂയ കൃപയിലായിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. വർഷത്തിൽ നിറഞ്ഞ തലമുറയുടെ മധ്യത്തിൽ കർത്താവേ, ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ നാട്ടിൽ നിന്ന് കടന്നു വന്ന കർത്താവെ സൗകരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബമായി ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ സാവകാശങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ അവരുടെ ഹല്ലേലൂയ സ്തോത്രം നല്ല ആഗ്രഹങ്ങളെ ദൈവം മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേൻ അവർക്ക് കുടുംബമായി ഒരുമിച്ച് കർത്താവെ നിൻ്റെ ഹിതം പോലെ കർത്താവെ ആയിരിക്കാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളിലും പ്രാർത്ഥന ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കൂടി ഇരിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ജോഷുവ ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മക്കൾ കർത്താവ് കുടുംബമായി ഹല്ലേലൂയ
ഹാലേലിയ. നാട്ടിലേക്ക് വെക്കേഷനോടുള്ള ബന്ധത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കർത്താവെ ഹാലേലിയ, അവരുടെ യാത്രയിൽ കർത്താവെ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ. നാട്ടിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടിയിരിക്കണമേ. ഹാലേലിയ, ആഗ്രഹിച്ച് കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ വിടുതൽ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ തക്ക സമയത്ത് മടങ്ങി വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പലരും കർത്താവെ വെക്കേഷനുള്ള ബന്ധത്തിൽ നാട്ടിലായിരിക്കുന്നല്ലോ കർത്താവെ ഹാലേലിയ, അവരെയൊക്കെ ദൈവമേ കാത്തു പരിപാലിച്ച് കൃപയിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലേലിയ. ഞങ്ങളുടെ അൻവറും ബ്രദറിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ കഴിഞ്ഞ രാത്രികാലം കർത്താവെ ഹാലേലിയ, നിരദാസൻ കർത്താവെ ഹാലേലിയ സ്തോത്രം. കർത്താവെ സൗഖ്യമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാൻ ദൈവം സഹായിച്ചല്ലോ കർത്താവെ ഹാലേലിയ. കർത്താവെ സ്തോത്രം. ദൈവമേ നിൻ്റെ ദാസനെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങൾ കർത്താവെ നാളുകളായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലിയ നിൻ്റെ ദാസിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവെ. ആമേൻ. ഹാലിയ നിൻ്റെ ആണിപ്പഴുതുള്ള കരം തൊട്ട് കർത്താവെ പൂർണ്ണ സൗഖ്യം വിടുതലും കൊടുക്കുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലേലിയ. നാട്ടിൽ കർത്താവെ സർജറിക്ക് വിധേയമാകുന്ന പൈതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ നിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ. ഹാലേലിയ പൂർണ്ണ സൗഖ്യം വിടുതലും പ്രാപിച്ച് കർത്താവെ മടങ്ങുമെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബമായി അവരെ കർത്താവെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ നോവാൽക്കാലം കർത്താവെ സ്തോത്രം സന്നിൽ കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുന്ന കർത്താവെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ കർത്താവെ ഒക്കെ ഉള്ള ജീവിതങ്ങളുണ്ട് കർത്താവെ സ്തോത്രം. ഓരോരുത്തരുടെ അവസരങ്ങൾ അറിഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ ദൈവമേ ഹാലേലിയ. നീ സകലത്തിനും മതിയായ ദൈവമാകിയാൽ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഹാലേലിയ. ദൈവമേ നിന്റെ ദാസനെ കർത്താവെ പകൽക്കാലം ഹാലേലിയ ദൈവമേ സ്തോത്രം. കർത്താവ് വചനം സംസാരിപ്പാൻ തക്കണം ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ കർത്താവെ. ഞങ്ങളുടെ കർത്താവെ ഹാല്യ വചനം കേട്ട് കർത്താവെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിപ്പാൻ ഹാലേലിയ ദൈവത്തെ നോക്കി പാർക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ മേശ ഞങ്ങളുടെ മധ്യയുണ്ടല്ലോ കർത്താവെ ഹാലേലിയ. അതിൽ കർത്താവെ വിശുദ്ധിയോടെ വേർപാടോടെ കരങ്ങൾ നിട്ടുവാൻ ദൈവമേ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലേലിയ. ദൈവമേ അല്പസമയം കർത്താവെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിൻ്റെ ഏറിയ കൃപ പ്രാപിപ്പാൻ കർത്താവ് വിടുതൽ പ്രാപിപ്പാൻ ശക്തി പ്രാപിപ്പാൻ ബലം പ്രാപിപ്പാനൊക്കെ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകലമാനവും മഹത്വവും ഞങ്ങൾ ദൈവവാദത്തിൽ അർപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ ആമേൻ സ്തോത്രം. ആമേൻ. നമ്മുടെ മീറ്റിങ്ങിന് ഇന്ന് പുതിയതായിട്ട് ആരെങ്കിലും സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഇന്ന് മീറ്റിങ്ങിന് ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആരുമില്ല എന്ന് കരുതുന്നു. ബ്രദർ റാവോ ആൻഡ് ഫാമിലി പ്രിയപ്പെട്ടവർ ഇന്ന് നമ്മുടെ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ വായിക്കാമോ? ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 4 and verses 9 and 10. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. സ്തോത്രം. I want somebody from children's side to read it in English. And God granted him what he, everyone together louder, and God granted him what he requested. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒരു സുപരിചിതമായ പ്രാർത്ഥന, സുപ്രധാനമായ പ്രാർത്ഥനകൾ ധാരാളം തിരുവചനത്തിലുണ്ട്. എന്നാൽ എല്ലാ പ്രാർത്ഥനകളും പ്രാധാന്യം അർഹിക്കുമ്പോൾ തന്നെ യബ്ബേസിൻ്റെ പ്രാർത്ഥനയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്.
വംശാവലിയുടെ നടുവിൽ 2 വാക്യം സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ, 2 വാക്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയിട്ടാണ്. ആമേൻ. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരോട് വളരെ വ്യക്തതയോടെ പറയാം, സ്തോത്രം, ആരെല്ലാം എന്തെല്ലാം ആർക്കെല്ലാം വേണ്ടി ചെയ്തിട്ടുണ്ടോ അതെല്ലാം മറന്നു പോകും. എന്നാൽ മറക്കാതെ എത്ര വംശാവലി കൂട്ടിച്ചേർത്താലും അതിൻ്റെ നടുവിൽ നിലനിൽക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ പേരാണെന്നുള്ള യാഥാർത്ഥ്യം നാം മറക്കരുത്. സ്തോത്രം. അതുകൊണ്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ ദാസന്മാർ ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പറയുന്നത്, പ്രസംഗിക്കുന്നവനെ നാളെ ഒരു കാലത്ത് സകലരും മറന്നുപോകും. ഇവിടെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളെയും, സ്തോത്രം, കർത്താവിൻ്റെ വരവ് താമസിച്ച നാളെ ചിലപ്പോൾ നിങ്ങളൊക്കെ മറന്നു കളഞ്ഞേക്കാം. എന്നാൽ ഒരു കാര്യം യാഥാർത്ഥ്യമാ, പ്രാർത്ഥിക്കുന്ന ഒരുവനുണ്ടല്ലോ, സ്തോത്രം, അവനെ മറക്കാത്ത ഒരു സ്വർഗത്തിലെ ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യം എന്ന പകല് നാം തിരിച്ചറിഞ്ഞിരിക്കണം. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് യബ്ബേസ് യഹൂദ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവരിൽ പ്രധാനപ്പെട്ടവനായി. സ്തോത്രം. ഞാൻ പലപ്പോഴും ചിന്തിക്കുക, ഇതിന് മുകളിൽ പല പേരുകൾ നമുക്ക് കാണാം. അതിൻ്റെ 4-ാം അധ്യായം 2-ാം വാക്യം 1-ാം വാക്യം മുതൽ തന്നെ പേരുകൾ അനേകരുണ്ട്. എന്നാൽ ഇവയൊന്നും പ്രസംഗത്തിന് പലപ്പോഴും ആരും കുറിക്കാതെ വംശാവലിയിൽ മാത്രം ഉൾപ്പെടുത്തി നിൽക്കുമ്പോൾ, ഇനി ഒന്നും കൂടെ വ്യക്തമാക്കാം, സ്തോത്രം, പ്രസംഗിക്കുന്നവരാകട്ടെ വചനം വായിക്കുന്നവരാകട്ടെ പലപ്പോഴും പലതും അവോയ്ഡ് ചെയ്ത് വിടുമ്പോൾ ഈ യബ്ബേസിൻ്റെ പ്രാർത്ഥന ആരും അവോയ്ഡ് ചെയ്യാറില്ല. യബ്ബേസിൻ്റെ പ്രാർത്ഥന ആരും മറക്കാറില്ല. യബ്ബേസിനെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ചരിത്രം മറക്കാത്തതിൻ്റെ കാരണം, സ്തോത്രം, യബ്ബേസ് ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു എന്നുള്ളതാണ്. ഇത് പകൽ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന, നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം, പലപ്പോഴും മറ്റോ പലരും നമ്മെ മറന്നു കളഞ്ഞാലോ ഇന്ന് പകൽ, സ്തോത്രം, എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും, എന്നെ മറക്കാത്ത ഒരു ദൈവമുണ്ട്, എന്നെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തിൽ തിരുവചനം എഴുതിയപ്പോൾ യബ്ബേസിൻ്റെ പേരും യബ്ബേസ് എന്താ ചെയ്തതെന്നും വ്യക്തമായി 2 വാക്യങ്ങളിൽ അവിടെ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആമേൻ. ഈ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത തൻ്റെ വിധിയെ മാറ്റി എഴുതിയ പ്രാർത്ഥനയായിരുന്നു എന്നുള്ളതാണ്. സ്തോത്രം. വിധിയെ മാറ്റി എഴുതിയ പ്രാർത്ഥന. ഇന്ന് ഭൂരിഭാഗം പേരും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകളിൽ, അനുഗ്രഹങ്ങളിൽ ഒന്നുകിൽ തൃപ്തരായിട്ടിരിക്കും, അതല്ലെങ്കിൽ പെറുപെറുത്തുകൊണ്ട് ഇതെൻ്റെ വിധിയെന്നോ ഇതെൻ്റെ തലേവരയെന്നോ തലേവിധിയെന്നോ ഉള്ള വാക്കുകളൊക്കെ ഇട്ട്, സ്തോത്രം, ഇങ്ങനെയുള്ള വാക്കുകൾ പെന്തക്കോസുകാർക്കില്ലെങ്കിലും അറിഞ്ഞോ അറിയാതെ ഒളിച്ചും പാത്തും ഒക്കെ ഉപയോഗിക്കുന്നവരാണ് പലരും, അല്ലേ? അതിന് മറ്റൊരു വാക്കുണ്ട്, ഗ്രഹപ്പിഴ. എവിടുന്ന് കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. ഇങ്ങനെയുള്ള ചില വാക്കുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വായി വരുമ്പോഴേ ശാസിച്ചകറ്റിക്കണം. സ്തോത്രം. നമുക്ക് അങ്ങനെ ഒരു പിഴയൊന്നുമില്ല. സ്തോത്രം. ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്ന ഒരു പ്രയാസം ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു അനുഗ്രഹം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവിക പദ്ധതിയല്ലാതെ, ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം സ്തോത്രം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലവും നാം ആയിരിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അപ്പം അങ്ങനെ തലവരെയെന്നോ വിധിയെന്നോ ഒക്കെ പറഞ്ഞ് അനേകർ ആശ്വസിക്കുമ്പോഴും പെറുപെറുക്കുമ്പോഴും യബ്ബേസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു പ്രത്യേകത, യബ്ബേസ് ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സ്തോത്രം. ജീവിതത്തിൽ നിരാശയും ദുഃഖവും വേദനയും പ്രയാസവും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇന്നും വിടുതലുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ നിയോഗത്താൽ ഈ വചനം ഞാൻ എടുക്കുവാനിടയായി തീർന്നത്. സ്തോത്രം. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നവരെല്ലാം ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, നിങ്ങളെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുക ഇതിനകത്ത്. സ്തോത്രം. യബ്ബേസ് എന്ന വാക്കിൻ്റെ ധൈര്യത്തോടെ പറഞ്ഞു, ഇവിടെ ആരും നിങ്ങളെ വഴക്ക് പറയത്തൊന്നുമില്ല. സ്തോത്രം. വ്യസനപുത്രൻ, അല്ലേ? ദുഃഖപുത്രൻ,
ദുഃഖഹേതു, വ്യസനഹേതു എന്നൊക്കെയാണ് സ്തോത്രം ഈ യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ആ മുകളിൽ യഹൂദയുടെ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യഹൂദയുടെ വംശാവലിയിൽ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് യബ്ബേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ അർത്ഥം താൻ ജനിച്ച കുടുംബം ഒട്ടും മോശമായിട്ടുള്ള കുടുംബമല്ല. വളരെ പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു കുടുംബത്തിലാണ് തൻ്റെ ജനനം. പക്ഷേ സ്തോത്രം, താൻ ജനിച്ച രീതി അമ്മയ്ക്ക് വേദനയുണ്ടാക്കുന്ന തരത്തിലായിരുന്നു, അമ്മയ്ക്ക് ദുഃഖമുണ്ടാക്കുന്ന തരത്തിലായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, അമ്മ അവന് കൊണ്ടൊരു പേരിട്ടു, ദുഃഖപുത്രൻ. കാണുന്നവർ താൻ യബ്ബേസ് വളർന്നു വരുമ്പോൾ തൻ്റെ വളർച്ചയുടെ ഓരോ തലങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും അവൻ വിളിക്കുന്നത് യബ്ബേസ് എന്ന. പഴയ നിയമകാലത്ത് ഇതിൻ്റെ അർത്ഥം സകലർക്ക് പറയാം. ഇന്നല്ലേ സ്തോത്രം, നമ്മൾ എത്ര വേദനയോടെ പ്രസവിച്ചാലും ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു പേര് കൊണ്ട് ഇടത്തുള്ളൂ. സ്തോത്രം, അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവർ വളർന്നു വരുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായി വളർന്നു വരണമെന്നുള്ള അതിയായ ആഗ്രഹം മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ ഏറ്റവും നല്ല സ്തോത്രം, ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, മറ്റാരും പരിഹസിക്കാത്ത തരത്തിലുള്ള പേരുകൾ കൊണ്ടിടുവാൻ ഇന്ന് ആഗ്രഹിക്കും. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു വേദന വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, സ്തോത്രം, ഒരു വ്യക്തി നിമിത്തം ഏതെങ്കിലും പ്രയാസം ഉണ്ടായാൽ അവൻ ജനിക്കുന്ന സമയത്ത് അവനുമായി ആ വിഷയവുമായി അല്ലെങ്കിൽ ആ പ്രശ്നവുമായി നേരിടുന്ന പേരുകൾ അവിടെ കൊണ്ടിടും. സ്തോത്രം, അങ്ങനെയാ ബെനോനി എന്ന പേര് വന്നത്, അങ്ങനെയാ യബ്ബേസ് എന്ന പേര് വന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം പറയാം, ഇവൻ ജനിച്ചത് നല്ല കുടുംബത്തിലൊക്കെയാ, ജനിച്ചത് പ്രസിദ്ധമായ കുടുംബത്തിലാ. പക്ഷെ തൻ്റെ സാഹചര്യ നിമിത്തം താൻ കാരണമല്ലാതെ സ്തോത്രം ഒരു പേര് വന്നു വീണു. അത് മറ്റൊന്നുമല്ല, ദുഃഖത്തിൻ്റെ പുത്രൻ. സ്തോത്രം, പറയട്ടെ സ്തോത്രം, താൻ കാരണമല്ലാതെ, അവൻ തൻ്റെ കാരണം കൂടാതെ ഒരു പ്രയാസം തൻ്റെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ തനിക്കൊരു കാര്യം അറിയാം, തൻ്റെ പേര് മാറ്റിയില്ലെങ്കിൽ സ്തോത്രം, തൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഏക ദൈവം, താൻ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവം മാത്രമാണെന്നുള്ളൊരു ഉത്തമ ബോധ്യം യബ്ബേസിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടന്നതുകൊണ്ട് യബ്ബേസ് ചെയ്തൊരു കാര്യം, ആ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ തൻ്റെ വേദനയൊന്ന് ഇറക്കി വെച്ചു എന്നുള്ളത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഈ ഭാഗത്തൊന്നും ഒരു ദൈവികാലോചന അറിയിക്കാം. സ്തോത്രം, നമ്മുടെ പേരിലല്ല കാര്യം, നമ്മുടെ അവസ്ഥയെ അറിയുന്നു, നമ്മുടെ സാഹചര്യം അറിയുന്നു, നാം ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ വ്യക്തതയോടെ വിളിച്ചു പറയാം, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. മനുഷ്യൻ വിരിക്കുന്നത് പോലെയല്ല, സങ്കീർത്തനത്തിൽ നാം വായിച്ചതുപോലെ നന്നായി നന്നായി എന്ന് മറ്റുള്ളവന്റെ മനോവ്യസനം കണ്ട് മനുഷ്യർ വിളിച്ചു പറയുമ്പോൾ അവന് വേണ്ടി വിടുതലയക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു കർത്താവിന്റെ കരം ഇന്ന് പകൽക്കാലവും നമ്മുടെ മധ്യ വെളിപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരു നിമിഷം കരങ്ങളെ അടിച്ച കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. Praise the Lord. Hallelujah. നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നവൻ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് മാത്രമാണ്. അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാൻ കാരണമായി തീർന്ന പ്രധാന ഘടകം പ്രാർത്ഥനയാണ്. എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ, പ്രാർത്ഥനയാണ്. ഒരുമിച്ച് അങ്ങ് പറ. എന്തിനാ പറയിപ്പിച്ചതെന്നറിയാമോ? കിടക്കാൻ നേരത്ത് ഞാനിതാ കിടക്കുന്നെന്നും, ഞാൻ അതിൻ്റെ ഭാഷ ഈ ലൈവുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷകൾ. സ്തോത്രം, കിടക്കുന്നെന്നും സ്തോത്രം രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവെ നന്ദിയെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. ആമേൻ. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. അതിനൊരു വ്യക്തമായ ഉദാഹരണം ഞാൻ പറയാം. നാം സ്നേഹിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഈ പ്രവാസ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ചെറിയ ചെറിയ ക്ലിപ്പുകൾ പ്രവാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെക്കുറിച്ച് കാണാറുണ്ട്. അതിൻ്റെ ഒന്ന് കാണുന്നത് അനേക പ്രിയപ്പെട്ടവരും അവരുടെ സ്വന്തം പ്രിയപ്പെട്ടവരെ
ഭാര്യ ആയിക്കോട്ടെ, ഭർത്താവായിക്കോട്ടെ, മക്കളായിക്കോട്ടെ, പേരൻസ് ആയിക്കോട്ടെ, അവരെയൊക്കെ വിട്ടിട്ട് പ്രവാസ ജീവിതം, ഏകാന്തമായ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും പല തരത്തിലുള്ള, കാരണം മറ്റ് സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് വളരെ പ്രയാസത്തോടെ. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചെറിയ ഈ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ അതിലൊക്കെ ഇങ്ങനെ വരാറുണ്ട് അല്ലേ, പ്രവാസികൾ ഇങ്ങനെ പ്രവാസ ജീവിതം ഇതാകും. പക്ഷെ ഞാൻ പ്രിയപ്പെട്ടവരൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ എല്ലാം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആഗ്രഹമില്ലേ നാം സ്നേഹിക്കുന്നവരുടെ കൂടെ ഒന്ന് താമസിക്കണമെന്ന്, അവരുമായിട്ട് എപ്പോഴും ബന്ധത്തിലായിരിക്കണം. അതുകൊണ്ടല്ലേ ദിവസം 4-5 തവണ അവസരം കിട്ടുമ്പോൾ ഉടനെ ഫോൺ എടുത്തിട്ട് നമുക്ക് ഏറ്റവും സ്നേഹമുള്ള, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം വിളിക്കുന്നതിൻ്റെ കാരണം. അങ്ങനെയെങ്കിൽ സ്തോത്രം, ആ ചിന്ത അവിടെ നിലനിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, സ്തോത്രം, നാം ഏറ്റവും അധികം സ്നേഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണെങ്കിൽ അവിടെ നിന്ന് നമ്മെ ജീവന തുല്യം സ്നേഹിച്ചു എന്നും അവിടുത്തെ ജീവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമാക്കി എന്നും ഇതുപോലെ ഒരു സ്നേഹം ഈ ലോകത്തിൽ ആർക്കും സ്നേഹിക്കുവാൻ കഴിയുകയില്ലെന്നോ ഇനിയൊട്ട് കഴിയത്തില്ലെന്നും വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മക്കൾ ആ കർത്താവ് ായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ഏത് സമയത്തും നിൽക്കുവാൻ തങ്ങളെ തന്നെ സമർപ്പിച്ച് കൊടുക്കുന്നവരാണെങ്കിൽ ഇന്ന് പറയട്ടെ, പ്രാർത്ഥനാ ജീവിതത്തിന് കുറവ് സംഭവിക്കരുത്. സ്തോത്രം. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് ഹ്യൂമൻ ബീയിങ്സ്. ഇത് ദൈവം മനുഷ്യനും തമ്മിലുള്ള സ്തോത്രം ഒരു സംഭാഷണമാണ്. അങ്ങനെയെങ്കിൽ പറയട്ടെ, കുറേ ലിസ്റ്റുകൾ ദൈവസന്നിധിയിൽ വെച്ച് കൊടുത്തിട്ട് അനങ്ങാതെ മാറിയിരിക്കുന്നതല്ല യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. സ്തോത്ര, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന പോലെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിച്ച് കടന്ന് എന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് എന്നോടുള്ള ആലോചന കേൾക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുന്നത് ആ പ്രാർത്ഥന. സ്തോത്രം, സ്തോത്രം. ഇതിന് അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ദൈവം നൽകി. സ്തോത്രം. ശ്രദ്ധിച്ചോണേ, ഈ നൽകുന്നതിനെ പ്രാപിക്കുവാൻ അവൻ ഒരുക്കമായിരുന്നു. ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ അവൻ ഒരുക്കമായിരുന്നു. ഇന്ന് പലപ്പോഴും സ്തോത്രം, ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ള ഒരു വലിയ ലിസ്റ്റ് കൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ നമ്മുടെ പാടിനങ്ങ് പോവുകയാണ്. കർത്താവെ നിൻ്റെ സമയത്ത് നീ അങ്ങനെ നമ്മളങ്ങനെ പറയൂല, കർത്താവെ അവിടുത്തെ സമയത്ത് എന്ത് ചെയ്തോണേ, ഇതൊക്കെ ചെയ്തോണേ എന്ന് പറയട്ടെ. എത്രയോ തവണ ദൈവവചനത്തിലൂടെ സ്തോത്രം ദൈവദാസന്മാരിലൂടെ നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് കർത്താവ് നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഒരു പൗലോസിനെ പോലെ സ്തോത്രം അവിടുന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ സംസാരം എന്നോടാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്ന് പകൽ പറയട്ടെ. സ്തോത്രം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരുന്നൊരു ദൈവമുണ്ട്. നമ്മൾ ഏത് വിഷയം ദൈവസന്നിധി വെച്ചാലും ആ വിഷയത്തിന് നമ്മോട് തിരിച്ച് സംസാരിക്കുന്ന ഒരു കർത്താവ് ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കമ്മ്യൂണിക്കേഷന് ബാരിയേഴ്സ് ഉണ്ട്. ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ ബൈബിൾ കോളേജിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പം ഈ കമ്മ്യൂണിക്കേഷൻ സൈക്കിളുണ്ട്. ഈ സൈക്കിളിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ചിന്തിക്കുന്നതുണ്ട്, എൻകോഡിംഗ് ഉണ്ട്, ട്രാൻസ്മിറ്റിംഗ് ഉണ്ട്, ഡീകോഡിംഗ് ഉണ്ട്, ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ എലമെൻറ്റ്സ് ഉണ്ട്. കമ്മ്യൂണിക്കേഷനകത്ത് എലമെൻറ്റ്സ് ഉണ്ട്. ഈ എലമെൻറ്റ്സും നാം സംസാരിക്കുന്നതുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംഭാഷണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ എലമെൻറ്റ്സിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക്, നിങ്ങൾ ഈ പഠിക്കുന്നവരാണെങ്കിൽ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അതിനകത്ത് സെൻഡറുണ്ട്, റിസീവറുണ്ട്, മെസ്സേജുണ്ട്, ട്രാൻസ്മിറ്ററുണ്ട്, ചാനലുണ്ട്, ഇങ്ങനെ പല ഘടകങ്ങൾ ഇതിനകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട്. പറയട്ടെ, ഇതുപോലെ തന്നെ ഞാനത് പറഞ്ഞതിൻ്റെ ഒരു കാര്യം, ബാരിയേഴ്സും ഉണ്ട് കമ്മ്യൂണിക്കേഷന്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം സംസാരിക്കുമ്പോൾ യാതൊന്നും തടസ്സമായി നിൽക്കാൻ പാടില്ല. സ്തോത്രം. യാതൊന്നും. അത് ഒരു കാര്യം പറയാം, എയിമിങ്, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, സ്തോത്രം, ഇപ്പോൾ വേണമെങ്കിൽ അങ്ങ് അമേരിക്കയുടെ അങ്ങേയറ്റത്ത് പോയിട്ട് തിരിച്ചു വരുന്നതാണ് നമ്മുടെ മനസ്സ്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ സ്തോത്രം, എനിക്കറിയാം, ഞങ്ങളൊക്കെ ഈ അത്യാവശ്യം ഈ പഠിപ്പിക്കുന്ന ഈ അധ്യാപകരായിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർക്ക് കൃത്യമായിട്ട് അറിയാം, മുഖത്തേക്ക് നോക്കുമ്പോൾ കണ്ണ് സാറിൻ്റെ മുഖത്തായിരിക്കും, പക്ഷേ ഇത് കണ്ണ് ചിമ്മത്ത് പോലുമില്ല
കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. മനസ്സിങ്ങനെ ഇതിലേക്ക് പോകുമെന്നറിയാമോ? അതിലെല്ലാം പോയി തിരിച്ച് കറങ്ങി സ്തോത്രം ഒരു പേര് വിളിക്കാമെങ്കിൽ ഞെട്ടി എന്ത് ചെയ്യും? ചിലരുണ്ട് ഒന്ന് ഹല്ലേലിയ, ഉറങ്ങുന്നവർ ഹല്ലേലിയ പറയാൻ പറഞ്ഞാലും ചാടി എഴുന്നേറ്റ് എന്ത് ചെയ്യും? ഹല്ലേലിയ പറയും. അത് സ്തോത്ര ബുദ്ധിമുട്ടുണ്ടാക്കുക. അതുകൊണ്ട് പറയാം, ഈ മനസ്സെന്ന് പറയുന്നത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ സ്തോത്രം ദൈവസന്നിധിയിൽ വന്നിരിക്കും. അത് ഏറ്റവും കൂടുതൽ ഈ സഞ്ചരിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് ഈ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ രാത്രിയിലും വചനം സംസാരിച്ച് പറഞ്ഞേ, നമ്മൾ ഈ പിശാചിന് ഇടം എന്ത് ചെയ്യരുത് കൊടുക്കുക. പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി പ്രസൻറ്റാ സ്തോത്രം. പക്ഷേ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും ഒരുപോലെ പ്രസൻ്റ് ആകാതിരിക്കേണ്ടതിന് അവിടുന്ന് ചിന്തകളെ മറ്റുള്ളതിലേക്ക് വലിച്ചോണ്ട് പോകുക എന്നുള്ള തന്ത്രങ്ങൾ പൈശാചിക തന്ത്രങ്ങളാണ്. ഇന്ന് പകൽക്കാലം വ്യക്തമായിട്ട് പറയട്ടെ സ്തോത്രം, അങ്ങനെ ഏതെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം, ഈ ചിലർ പ്രാർത്ഥിക്കുമ്പോഴാണ് ഉറക്കം വരുന്നത് അല്ലേ? കട്ടിലേലിരുന്ന് പ്രാർത്ഥിക്കും. ചിലർക്ക് ബൈബിൾ എടുത്താൽ, ഈ ഉറങ്ങാനായിട്ട് ചിലർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബൈബിൾ. ചിലർക്ക് ബൈബിൾ എടുത്താൽ മതി, എന്ത് ചെയ്യും? എത്ര ഉറങ്ങാത്തവരും ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം വരും. സ്തോത്രം. ഇനി പോയി പരീക്ഷിച്ച് നോക്കരുത് കേട്ടോ. ബൈബിൾ എടുത്ത് സ്തോത്രം നിങ്ങൾ വായിക്കണം. അങ്ങനെ എന്തെങ്കിലും ബാരിയേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അവയൊക്കെ ശാസിച്ച് മാറ്റിയിട്ട് നല്ല ഫുൾ കോൺസെൻട്രേഷനോടുകൂടി കർത്താവേ ഈ വചനത്തിലൂടെ അവിടുന്ന് എന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം ദൈവവചനം എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവരാകണം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധി മുട്ടുമടക്കുമ്പോൾ സ്തോത്രം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലായിരിക്കാൻ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ഞാൻ ബാരിയേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക, ഈ നമ്മൾ പാട്ടൊക്കെ പാടി നല്ലപോലെ ആരാധിക്കും. ഇവിടെ സ്തോത്രം ജനമെല്ലാം ഒരുമിച്ച് കൈയടിച്ച് ആരാധിക്കുമ്പോൾ സ്തോത്രം ചിലർ ഇതിലേക്കൂടി ഇങ്ങനെ പോകുന്നതാണ്. ഇതിലേക്കൂടെ പോകുന്നതൊന്നും എന്ത് ചെയ്യത്തില്ല, ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും അറിയത്തില്ല. സ്തോത്രം. ഞാൻ നിങ്ങൾ പറയാം, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുബോധത്തിൻ്റെ ആത്മാവ് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ അത്യാവശ്യം എന്ത് ചെയ്യുക, അറിയാം. സുബോധത്തിൻ്റെ ആത്മാവ്, അതൊരൊറ്റ വാക്കി ഞാൻ അങ്ങ് പറഞ്ഞു നിർത്തുകയാണ്. സ്തോത്രം. അറിയത്തില്ലാത്ത നമ്മളെ ഏതെങ്കിലും ഉള്ള വൈകാരിക തലങ്ങളിലൂടെ കൊണ്ടുപോകുന്ന ഒരു ആത്മാവല്ല സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നാം ആയിരിക്കുന്ന ഇടം, നാം ആയിരിക്കുന്ന സാഹചര്യം, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന സുബോധത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആരാധിക്കുന്ന സമയത്ത് സ്തോത്രം നമ്മെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന സമയത്ത് യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ സ്തോത്രം ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ, അമേൻ, അവയൊക്കെ ശാസിച്ചുകൊണ്ട് ദൈവത്തോട് പറയണം, കർത്താവേ അവിടുത്തെ സന്നദ്ധയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാനുള്ള കൃപ അതെനിക്ക് തരുമാറാകണമേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്ത് തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്ത് തരും. അങ്ങനെയെങ്കിൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട് എന്നൊരു ഉറപ്പായിരിക്കട്ടെ ദൈവസന്നിധിയിൽ അധികമായി പ്രാർത്ഥിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം. ആമേൻ. ഇന്ന് പോലും പറയാം, ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്ന പ്രാർത്ഥിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. അവരുടെ കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട്. സ്തോത്ര. അമേൻ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട്. അമേൻ. ഇന്ന് പകൽ എത്ര പേര് സ്തോത്ര പ്രാർത്ഥനയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഇന്ന് വരേക്കും സ്തോത്ര ഒരു ആത്മനിയോഗം എന്നിൽ വരുന്നത് കൊണ്ട് സ്തോത്രം ദൈവമക്കളോട് പറയും, ഒരു അല്പസമയം 1 മിനിറ്റ് ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിച്ച് സമർപ്പിച്ചു കൊടുക്കാമോ? സ്തോത്രം. ഇന്ന് വരെ അമേൻ സ്തോത്രം പലപ്പോഴും പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ജോലിയെക്കുറിച്ചുള്ള
ചിന്ത എൻ്റെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ എന്തോ ജോലി ചെയ്ത് തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടുന്ന സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ മറ്റു പല ചിന്തകൾ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ മറ്റുള്ളവരോടുള്ള ചില വൈരാഗ്യങ്ങൾ, ചില പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ നേരിടുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ചിലർ എന്നോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ പല തടസ്സങ്ങളും ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാൻ എന്നെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുകയാ. ഇനിമേൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനാ ജീവിതം ഒന്ന് പുതുക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവി വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുന്നുവോ അത്രത്തോളം ദൈവിക നന്മകൾ പ്രാപിപ്പാൻ ഇടയാകും, അത്രത്തോളം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഇടയാകും. പ്രാർത്ഥിക്കുന്ന സ്തോത്രം ഒരു ദൈവ പൈതലിനെ മാനിക്കാതെ വിടുന്നവനല്ല നമ്മുടെ ദൈവം. കോൺസെൻട്രേറ്റോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവ സന്നദ്ധയെ പ്രാർത്ഥിക്കുവാൻ ഒരു ദൈവസന്നദ്ധയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരമുണ്ട്. ഒരു ആമേൻ. ഞാൻ പലപ്പോഴും ഹന്ന എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ സഹോദരിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പ്രാർത്ഥനയുമായിട്ടുള്ള ബന്ധത്തിൽ ആ സഹോദരി ദൈവാലയത്തിൽ പ്രിയപ്പെട്ടവരോട് ഒരുമിച്ച് കടന്നു ചെല്ലുകയാണ്. ആ പോകുന്ന വഴിക്ക് ഭവനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുഴൽ തന്നെ നിന്ദിക്കുന്ന ഒരു പ്രതിയോഗി കൂടെയുണ്ട്. അവിടെ ചെല്ലുന്നു. ദൈവാലയത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവർ ഭക്ഷണം കഴിച്ചു. അവർക്ക് അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണമെങ്കിൽ പുറത്തിറങ്ങി നിന്ന് ആണ്ടിലൊരിക്കലും ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നേ മറ്റുള്ളവരുമായിട്ട് സൗഹൃദം പുതുക്കുവാനോ നാം സാധാരണ ചെയ്തു വരുന്നത് പോലെ സ്തോത്രം മറ്റുള്ളവരെ കാണാൻ ലഭിച്ച ഒരവസരം എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിൽ സ്തോത്രം അവരെ ഒന്ന് കൈക്ക് പിടിച്ച് അവയെ കുലുക്കി സന്തോഷത്തോടെ സന്തോഷം പങ്കിടുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഹന്നയുടെ മുമ്പിൽ കിടക്കുമ്പോൾ സ്തോത്രം അവക്കൊരു കാര്യം അറിയാം, എൻ്റെ ഹൃദയത്തിൻ്റെ വേദന മറ്റാർക്കും തീർക്കുവാൻ കഴിയുകയില്ല. അത് തീർക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ സ്തോത്രം ഞാനിവിടെ കടന്നു വരുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എൻ്റെ കർത്താവ് മാത്രമാ. അതുകൊണ്ട് അവൾ മടങ്ങിച്ചെന്ന് ദൈവാലയത്തിനകത്തേക്ക് ചെന്ന് സ്തോത്രം മറ്റാർക്കും തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ലെങ്കിലോ സ്തോത്രം അവൾ ദൈവസന്നിധിയെ മുട്ടമടക്കി തന്റെ ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കുകയാ, കർത്താവേ, ഇനി ഞാൻ ഈ ആലയത്തിലേക്ക് വരുന്നത് അടുത്ത ആണ്ടില. ഞാൻ വരുന്നതിന് മുൻപ് അവിടുത്തെ ഒരു പ്രവർത്തി, ഞാൻ നാളുകളായി കരയുന്ന വിഷയത്തിന്റെ മധ്യേ, ഞാൻ നാളുകളായി കണ്ണുനീരൊഴുക്കുന്ന വിഷയത്തിന്റെ മധ്യേ, ഞാൻ നാളുകളായി അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യേ, ഞാൻ നാളുകളായി നിന്ദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യേ എനിക്ക് വേണ്ടി അത് പ്രവർത്തിക്കണമേ. അങ്ങനെ ദൈവസന്നിധിയിൽ അവൾ കരഞ്ഞതുകൊണ്ട് ആമേൻ. അത് കഴിഞ്ഞുള്ള 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതി വരിക്കുന്നത്, എൻ്റെ കൊമ്പ്. അങ്ങനെയുള്ളവർക്കേ സാക്ഷ്യം വരത്തുള്ള അർത്ഥം. അങ്ങനെയുള്ള ഒരു സാക്ഷ്യം എഴുന്നേറ്റ് പറയുന്നത്, എൻ്റെ കൊമ്പ് എൻ്റെ ദൈവത്താൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ കൊമ്പ് എൻ്റെ ദൈവത്താൽ ഉയർന്നിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ തല കുനിച്ചാ വന്ന്, എന്നാൽ ഇന്ന് ഞാൻ ദൈവസന്നിധി വരുന്നത് എൻ്റെ തല ഉയർത്തി പിടിച്ചാ വരുന്നത്. അതിനൊരു കാരണമുണ്ട്. സ്തോത്രം. അനേകര് സന്തോഷം പങ്കിട്ട് കടന്നുപോയപ്പോൾ, ദൈവാലയത്തിൽ കടന്നു വരുന്നതിൻ്റെ മഹാത്മ്യം തിരിച്ചറിയാതെ മടങ്ങിപ്പോയപ്പോൾ എനിക്കൊരു കാര്യം വ്യക്തമായി. ഞാൻ ഈ ആലയത്തിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം ഉറപ്പിക്കാൻ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രവൃത്തിയുടെ വലിപ്പം മനസ്സിലാക്കാനാ. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ. ഹല്ലേലൂയ, സ്തോത്രം.
ഞാൻ സ്തോത്രം ആ തുടർന്നുള്ള ചില നിമിഷങ്ങൾ, സമയം വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്, ചില നിമിഷങ്ങൾ എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ ഈ എബ്ബേസിൻ്റെ ആ പ്രാർത്ഥനയെ ഒന്ന് വിവരിക്കാം. ഒന്നും കൂടെ വായിക്കാമോ? 9-ാമത്തെ വാക്യം ബ്രദറെ. എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അതിൻ്റെ അടുത്ത വാക്യം. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്. പ്രാർത്ഥനയുടെ പ്രാധാന്യം ഒന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ അതിർ നിശ്ചയിച്ച് ദേശം വിഭാഗിച്ചു കൊടുത്തത് യോശുവയുടെ നേതൃത്വത്തിലുള്ള മൂപ്പന്മാരാണ്. അവരാണ് ഏതെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികളൊക്കെ തീർക്കേണ്ടതും അവരാണ്. ഒരു ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ പരാതികളുമായിട്ട് ചെല്ലേണ്ട ഒരിടം എന്ന് പറയുന്നത് നമുക്കറിയാം, വചനപ്രകാരം ഗോത്ര തലവന്മാരുടെ അടുക്കലാണ്, അവരടുക്കലാണ് ചെല്ലേണ്ടത്. എന്നാൽ ഈ എബ്ബേസിനൊരു കാര്യം വ്യക്തമായിട്ട് അറിയാം, ഇവരുടെ അടുക്കൽ ചെന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല. ഇവർ പരാതികളൊക്കെ കേൾക്കും, പക്ഷേ അതിന് മറുപടി ഇവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് യഥാർത്ഥമായി ലഭിക്കത്തില്ല. എന്നാൽ എനിക്കൊരു കാര്യം അറിയാം, സ്തോത്രം, എൻ്റെ പൂർവ്വ പിതാവായിരുന്ന യാക്കോബ്, എൻ്റെ വല്യപ്പൻ യാബോക്കിൻ്റെ കടവിൻ്റെ തീരത്ത് വെച്ചിട്ട് സ്തോത്രം ദൂതനുമായിട്ടൊരു മല്ലുപിടുത്തം നടത്തിയിട്ടുണ്ട്. ആ മല്ലുപിടുത്തത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ അനുഗ്രഹം പകർന്നപ്പോൾ ഈ യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്നാക്കിയെങ്കിൽ ആ ഇസ്രായേലിൻ്റെ ദൈവത്തോട് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ ആ ദൈവത്തിന് ഗോത്ര തലവന്മാര് പരാതി തീർക്കാതിരിക്കുമ്പോൾ, ഗോത്ര തലവന്മാർക്ക് പരാതി തീർക്കുവാൻ പൂർണ്ണമായി കഴിയാതിരിക്കുമ്പോൾ, എന്റെ ഇസ്രായേലിന്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് എന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ മതിയായവനാണ്. സ്തോത്രം. ഇത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, ഒരു വിഷമ സന്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരിക്കില്ല. തൻ്റെ ബാല്യം മുതൽ സ്തോത്രം താൻ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ. അതുകൊണ്ടാണ് സ്തോത്രം എബ്ബേസ് പറയുന്നത്, നീ എന്നെ നിശ്ചയമായിട്ടും എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. സ്തോത്രം. ആ വല്യപ്പനിൽ നിന്ന് കിട്ടിയ ആ പാരമ്പര്യമാണ് പറയുക, സ്തോത്രം, നീ നിശ്ചയമായിട്ട് എന്നെ അനുഗ്രഹിക്കണം, എന്നെ അനുഗ്രഹിക്കണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എത്ര പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചോദിക്കാൻ കഴിയും, കർത്താവേ, എൻ്റെ പിതാക്കന്മാർ അവരറിഞ്ഞ സത്യത്തിൽ നിലകൊണ്ടു, അവരെ അനുഗ്രഹിച്ച ദൈവം എന്നെയും എൻ്റെ തലമുറകളെയും നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. സ്തോത്രം. അവരെ വിളിച്ചു വേർതിരിച്ച ആ കർത്താവ്, എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ആ കർത്താവ്, എന്താ സ്തോത്രം, പകൽ നാം വായിച്ച് കേട്ടതുപോലെ സ്തോത്രം, എന്നെ തെരഞ്ഞെടുത്ത എൻ്റെ കർത്താവ്, സ്തോത്രം, ഈ സ്ഥാനത്താക്കി വെച്ച എൻ്റെ കർത്താവ് എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമെന്ന് സ്തോത്രം പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ധൈര്യത്തോടെ പറയാമോ? കർത്താവേ, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുമാറാകണം. സ്തോത്രം. അങ്ങനെയെങ്കിലും ഒരു കാര്യം പറയാം, ഈ പരാതികളുമായിട്ട് നടക്കുന്നവർക്കുള്ളൊരു ദൈവികാലോചനയായത്. നമ്മുടെ പരാതികൾ പലതും ശ്രദ്ധിച്ചിട്ടില്ലേ? സ്തോത്രം. പരാതികളുടെ ബഹളമാണ് ചിലർക്ക്, അല്ലേ? പരാതികളുടെ ബഹളമാണ്. മീറ്റിങ്ങിന് വന്നിട്ട് ഒരു അനുഗ്രഹം കിട്ടുന്നില്ല. സ്തോത്രം. ഇവിടെ വന്നിട്ട് ശരിക്കും ആരാധിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ പരാതികൾ പറയുന്നവർ ഒത്തിരി പേരുണ്ട്. ഇന്ന് ഞാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം. ഈ സ്കൂളിൽ എല്ലാവരും പഠിക്കും, അല്ലേ? സ്കൂളിൽ പഠിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ ഇത്രയും വരെ എത്തിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ, ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പറയാം, ഏകദേശം 50 സ്റ്റുഡൻസ് ആണ് ഒരു ക്ലാസ്സിൽ നമ്മൾ ആവറേജ് കണക്കാക്കി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ താഴാനാണ് സാധ്യതയുള്ളൂ, കൂടാൻ സാധ്യത വളരെ കുറവാണ്. ഇവരെ എല്ലാം പഠിപ്പിക്കുന്നത് ഒരു ടീച്ചറായിരിക്കും ഒരു വിഷയം എടുക്കുന്നത്. പക്ഷെ കിട്ടുന്ന മാർക്ക് എന്തായിരിക്കും? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വ്യത്യസ്തമായിരിക്കും. അത് ചിലരെന്ത് ചെയ്യും? തോക്കും, ചിലർ ജയിക്കും. ഈ തോക്കുന്നവരോടൊന്ന് ചെന്ന് ചോദിക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞെ പഠിപ്പീര്? വളരെ മോശമായിരുന്നു. അതിൽ ഈ 50, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് 50-ലായിരുന്നു മാർക്ക്. ഈ 50-ൽ മാർക്ക് 48 കിട്ടിയ കൊച്ചിനോട് ഇന്ന് ചോദിക്കണം, മക്കളെ എങ്ങനെ ഉണ്ടായിരുന്നു പഠിപ്പീര്? നല്ല ഉഗ്രം പഠിപ്പീരായിരുന്നു. ഇപ്പം ആരുടെയാണ് കുഴപ്പം? സ്തോത്രം. ഈ തോറ്റവരെപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അവർക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനെയും
സ്തോത്രം അവിടെയുള്ള അഡ്മിനിസ്ട്രേഷനെയും പിന്നെ പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിൽ പ്രിൻസിപ്പാളിനെ എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് തോക്കാൻ വേണ്ടിയിട്ടല്ല, ജയിക്കാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം കൂടെ നിൽക്കുന്നവരെ കുറ്റം പറയാനല്ല, സ്റ്റേജിൽ നിൽക്കുന്നവരെ കുറ്റം പറയാനല്ല. സ്തോത്രം എനിക്ക് അനുഗ്രഹം വേണമെങ്കിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം എനിക്ക് വിടുതൽ വേണമെങ്കിൽ ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം എബ്ബേസിന്റെ ജീവിതത്തിൽ എബ്ബേസ് ദൈവസന്നിധിയിൽ തന്നെത്താൻ സമർപ്പിച്ചു കൊടുത്തിട്ട് പറയുക, എൻ്റെ പൂർവ്വ പിതാവിനെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെയും നിശ്ചയമായി അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ആ വചനം ഏറ്റെടുക്കുവാൻ കഴിയുന്ന പ്രിയപ്പെട്ടവർ ഒരു നിമിഷം ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ മറ്റുള്ളവരെ അനുഗ്രഹിച്ചെങ്കിൽ എന്നെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ വാഗ്ദത്തം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കാമെന്ന്. സ്തോത്രം. ഇനി അവിടുത്തെ പ്രാർത്ഥന കേട്ടോ, നീ നിശ്ചയമായിട്ടും എന്നെ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കണം. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. അമ്മയിട്ട പേര് നിമിത്തം ദുഃഖത്തിൽ കഴിയുന്നവന് യഥാർത്ഥമായി ഒരു സന്തോഷം വേണം. ഈ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ അനുഗ്രഹം ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ഇപ്പോൾ ആ വചനം പറയുന്നു, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? നൽകിയിരിക്കുന്നു. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. സ്തോത്രം. നീ എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടന്നാൽ ഈ താഴെ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ നിൻ്റെ മേൽ ഞാൻ പകരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ദൈവ വ്യവസ്ഥയ്ക്കനുസരിച്ച് ദൈവിക വചനപ്രകാരം ജീവിക്കുകയും ദൈവസന്നിധിയിൽ സ്തോത്രം മുട്ടമടക്കി കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കാര്യം ഇന്നും ചലിക്കുന്നുണ്ട്. സ്തോത്രം. വ്യവസ്ഥ പ്രകാരം ദൈവസന്നിധിയിൽ ദൈവഗീത പ്രകാരം ജീവിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം. ഇനി ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകാം. അടുത്ത പ്രാർത്ഥന, ദൈവത്തിൻ്റെ അതിരിനെ എന്ത് ചെയ്യണം? സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എനിക്ക് കുറേ കൂടെ വേണമെന്നാണ്, അല്ലേ? കിട്ടിയതിൽ അവൻ എന്തില്ല? സംതൃപ്തനല്ല, പോരാ. ഞാൻ അതിനൊരു കാര്യം പറയാം. ഈ പ്രാർത്ഥനയ്ക്ക്, ഈ എബ്ബേസിൻ്റെ ഈ ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ വചനം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. ആമേൻ. സ്തോത്രം. ഓരോ ഗോത്രവും തങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ വചനം പഠിക്കുമ്പോൾ മനസ്സിലാവും, മുഴുവൻ കൈക്കലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അവർക്ക് യുദ്ധമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. യുദ്ധം ചെയ്തൊക്കെ വേണം അവർക്ക് അനുവദിച്ചിരിക്കുന്ന ദേശമൊക്കെ അവർ കൈക്കലാക്കാൻ. ഇപ്പം വചനം പറയുന്നുണ്ട്, ദൈവം അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവർ കനാന്യരെ നിർമൂലമാക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവർ കനാന്യരെ നിർമൂലമാക്കാതെ ഈ കനാന്യരോട് ചേർന്ന് വസിക്കാനായിട്ടായിരുന്നു ഇവർക്ക് വളരെ ഇഷ്ടം. അവരുടെ കനാന്യരുടെ സമീപത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 23-36 വാക്യങ്ങളിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവർ ദൈവത്തോട് ഈ കനാന്യരെ മാറ്റണമെന്നോ കനാന്യരെ അവിടുന്ന് ഇല്ലായ്മ ചെയ്യണമെന്നോ അവരെ നിർമൂലമാക്കണമെന്നോ ദൈവിക കൽപ്പന കിടക്കുമ്പോഴും സ്തോത്രം അതിന് ദൈവിക സഹായം അവർക്ക് ലഭിക്കാൻ വേണ്ടി അവർ ദൈവത്തോട് എന്ത് ചെയ്തിട്ടില്ല? പ്രാർത്ഥിച്ചിട്ടില്ല. എഫ്രൈമരാകട്ടെ അവൻ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു രംഗം യോശുവയുടെ പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ ഇതിൽ നമുക്ക് 2 കാര്യം പറയാം. മറ്റുള്ളവർ തങ്ങൾക്ക് ലഭിക്കാമെന്ന് പറഞ്ഞതും പൂർണ്ണമായിട്ട് അവകാശം വയ്ക്കുവാൻ കഴിയാതെ വരുമ്പോഴും കൈവശപ്പെടുത്തുവാൻ കഴിയാതെ വരുമ്പോഴും അവർക്ക് ലഭിച്ചതിൽ ഒന്നെങ്കിൽ തൃപ്തി അടയുകയും സ്തോത്രം അല്ല എങ്കിൽ പരാതി പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ ഈ എബ്ബേസിനെ ഒന്ന് നോക്കിക്കേ. എബ്ബേസ് സ്വർഗത്തിലെ ദൈവത്തോട് പറയുക, കർത്താവേ എനിക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ നൽകി തരുവാൻ ഞാൻ മനുഷ്യരുടെ മുൻപിലല്ല, എന്റെ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായോ എന്നോ അല്ല, പിന്നെയോ സ്തോത്രം ഞാൻ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയുള്ളൂ എന്ന് പലകാലം പറയട്ടെ. സ്തോത്രം. എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ ബലവും ശക്തിയും എൻ്റെ ദൈവം നൽകിയിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് എൻ്റെ മേൽ കിടപ്പുണ്ട്.
എന്നാൽ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? കർത്താവേ സ്തോത്രം, എനിക്ക് കുറേ കൂടെ ശക്തി വേണം. ഈ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ആ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് കുറെ കൂടെ വേണം. സ്തോത്രം, അവിടുത്തെ കൃപ അധികമായി എൻ്റെ മേൽ പകരപ്പെടണം. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? സ്തോത്രം, അനേകരും ഇതിൽ തൃപ്തി അടഞ്ഞിരിക്കുമ്പോൾ ഇന്ന് പകൽ പറയാം, സ്തോത്രം, ദൈവസന്നിധി കർത്താവേ, അവിടുത്തെ കൃപ എൻ്റെ മേൽ അധികമായി പകരപ്പെടുമാറാകണമേ. ആ കൃപമേൽ കൃപ ഇന്ന് പകൽ എനിക്ക് ആവശ്യമാണ്. ഒരു പറയാം, തൃപ്തിയാകാനല്ല, നമ്മെ പിടിക്കാമോ എന്ന് വെച്ച് ഓടുന്നതിനാ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്തോത്രം, അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നാം സ്തോത്രം വൈകുന്നേരത്തെ മീറ്റിങ്ങിന് പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം നാം വായിച്ചത്, നമ്മെ നിൽക്കുന്നവൻ, സ്തോത്രം, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ. നാം നിന്നു എന്നല്ല പറയുന്നത്. സ്തോത്രം, പാസ്റ്ററാകട്ടെ, ദൈവമക്കളാകട്ടെ, ആരുമാകട്ടെ, നാം പൂർണ്ണതയിൽ എത്തിച്ചേർന്നിട്ടില്ല. എന്നാൽ സ്തോത്ര, പൂർണ്ണനായ ഒരു കർത്താവിനെ നോക്കിക്കൊണ്ട് സ്തോത്രം, പിടിക്കാമോ എന്ന് വെച്ച് നാം ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടത്തില. ഇന്ന് പകൽക്കാലം ആരും പറയരുത് നാം തികഞ്ഞവരായി. നാം ആരും തികഞ്ഞവരായിട്ടില്ല. എന്നാൽ സ്തോത്രം, തികഞ്ഞവരായ കർത്താവിനെ നോക്കിക്കൊണ്ട് നാം ഓടിക്കൊണ്ടേയിരിക്കുകയാ. സ്തോത്രം. അടുത്തത്, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. അതിൻ്റെ അർത്ഥം നിൻ്റെ ഒരു കരുതൽ വേണം. ദൈവകൃപയുടെ കീഴിൽ നിന്നിട്ടല്ലാതെ സ്തോത്രം നമുക്ക് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് കഴിയില്ല. ഒന്നും കൂടെ വ്യക്തമാക്കാം. സ്തോത്രം, തൻ്റെ മേൽ വീണിരിക്കുന്ന പേരിൻ്റെ അർത്ഥം അതൊരു ശാപമായി തൻ്റെ മേൽ കിടക്കുമ്പോൾ ഈ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കൈ എൻ്റെ കൂടെ ഇരിക്കുമാറാകണം. സ്തോത്രം. ഒന്നും കൂടെ പറയാം, ദൈവത്തിൻ്റെ കൈ അത് താഴുന്ന കൈയല്ല. മോശയുടെ കൈ താഴും, അത് താങ്ങി നിർത്തുവാൻ അഹരോൻ്റെ ഹൂരിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ ഈ കരം അത് ശക്തിയുള്ള കരമാ. സ്തോത്രം, അത് അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാ, അത് വിടുതലിൻ്റെ കരമാ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ബേസ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, അവിടുത്തെ കരം, സ്തോത്രം, മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അതിശയകരമായി ഇസ്രായേൽ മക്കളെ മരുഭൂമി ചൂടത്ത് നടത്തിയ കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കുമാറാകണമേ. സ്തോത്രം. അടുത്ത ഒരു ഭാഗം കൂടെ പറഞ്ഞു നിർത്താം. അനർത്ഥം വ്യസന കാരണമായി തീരരുത്. അതിൻ്റെ അർത്ഥം, അനർത്ഥങ്ങൾ വരാം, എന്നാൽ അതെന്നെ തകർക്കരുത്. ഇനി ഞാൻ ആർക്കും വ്യസനഹേതുവാകരുത്. ദുഃഖത്തെ സന്തോഷകരമാക്കുവാൻ കഴിയുന്ന, ശാപത്തെ അനുഗ്രഹമാക്കുവാൻ കഴിയുന്ന, സ്തോത്രം, വ്യസനത്തെ ആനന്ദമാക്കുവാൻ കഴിയുന്ന, എന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവിൻ്റെ കരം എന്നോട് കൂടെ ഇരിക്കണം. സ്തോത്രം. അതിൻ്റെ അവസാന ഭാഗം, അവൻ അപേക്ഷിച്ചതിനെ, ഇനി ആ വാക്കെല്ലാവരും ഒന്ന് പറഞ്ഞേ, God granted him what he requested. അവൻ അപേക്ഷിച്ചതിനെ. ശ്രദ്ധിച്ചോണേ, വാക്ക് റിക്വസ്റ്റ്, ഇംഗ്ലീഷ് അറിയാവുന്ന പ്രിയപ്പെട്ടവരാ. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അവൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി. സ്തോത്രം. അവൻ്റെ അപമാനത്തെ ആനന്ദമാക്കി. അവൻ്റെ സ്തോത്രം, അവൻ നിന്നയെ സന്തോഷമാക്കി. അവൻ്റെ ദുഃഖത്തെ നൃത്തമാക്കി. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലോ, അമ്മ പേര് മാറ്റിയിട്ടാലോ, അപ്പൻ എന്തെല്ലാം വിളിച്ചു പറഞ്ഞാലോ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവം കൈവിടാത്തവൻ കൂടെയിരുന്ന് അപേക്ഷിച്ചതിനെ അവന് നൽകി. സ്തോത്രം. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചാട്ടെ. സ്തോത്രം. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നിത്യമായി നമ്മെ സ്നേഹിക്കുന്ന എബേസിൻ്റെ ദൈവം, ആ ദൈവത്തോട് കുഞ്ഞുങ്ങളെ, അച്ചായന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ദൈവദാസൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ നിയോഗത്തിൽ പറയാം, ആ ഇസ്രായേലിൻ്റെ ദൈവം, യാക്കോബിന് അനുഗ്രഹം പകർന്ന ദൈവം ഇന്ന് പകൽക്കാലം നമ്മോട് കൂടെയുണ്ട്. നിശ്ചയമായി നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മൾ അപേക്ഷിക്കുന്നതിനെ നമുക്ക് നൽകുവാൻ, ദൈവഹിത പ്രകാരം നാം നിൽക്കുമ്പോൾ നമ്മെ മാനിക്കുവാൻ ആ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു നിമിഷം ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. കർത്താവെ, അവിടുത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി തരുന്നു. ദൈവജനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു തരുന്നു. തുടർന്നുള്ള ശുശ്രൂഷകളെയും ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.